ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. നമ്മളിന്ന് രണ്ട് നല്ല അടിപൊളി പാത്രങ്ങളുടെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ അത് വെച്ചിട്ടുള്ള കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടു നോക്കണേ. ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ. കാരണം നമ്മുടെ കയ്യിലൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇങ്ങനെയുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങൾ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ലേ. നോൺ സ്റ്റിക്കൊക്കെ പെട്ടെന്ന് മോശമായി പോകില്ലേ. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെതും അതുപോലെ കാസ്റ്റ് അയണൊക്കെ ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല അടികട്ടിയുള്ള ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിൻ്റെ അടിക്ക് പിടിക്കുകയോ നമ്മൾ ഇതുപോലുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പം അടിക്ക് എന്താ പറയുക കറുപ്പ് കളറൊക്കെ ആവലില്ലേ, കൂടുതൽ ചൂടായിട്ടൊക്കെ വരുമ്പോൾ ഇത് നല്ല എന്താ നമുക്ക് മറ്റുള്ള മൾട്ടിപർപ്പസും കൂടിയാണ്, മറ്റുള്ള കാര്യത്തിനും യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു പാന് അത്യാവശ്യം കറി പോലുള്ള സംഭവങ്ങളും മസാലയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഒരു തവണ തന്നെ നമുക്ക് ഒരുപാട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കാരണം 14 എണ്ണം ഒന്നിച്ച് ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ വേറൊരു അടിപൊളി ഫോട്ടും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഷംന 25 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 12% വരെ ഓഫറും കൂടി കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്കും ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കോ. അത്രയും നല്ല പാത്രങ്ങളാണ്. ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടിക്ക് പിടിക്കുക ഒന്നുമില്ല. അഥവാ നിങ്ങൾ നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് അടിക്ക് പിടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് കഴുകിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ 1 കപ്പ് റാഗിയും അതുപോലെ 1/2 കപ്പ് പച്ചരിയും പിന്നെ 1/2 കപ്പിൽ കുറച്ച് കുറവ് ഉഴുന്നും പിന്നെ 1 ടീസ്പൂൺ നിറച്ച് ഉലുവയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക 5ഉം 6ഉം പ്രാവശ്യം കഴുകിയിട്ടാണ് കേട്ടോ എനിക്കൊരു ക്ലിയർ വെള്ളം കിട്ടിയിട്ടുള്ളത്. കാരണം ഈ റാഗിയിലൊക്കെ നല്ല പൊടിയും മണ്ണും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായി കഴുകിയെടുത്തിട്ട് വേണം കുതിർക്കാൻ വേണ്ടി വെക്കാൻ. കാരണം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ കുതിർത്ത് വെക്കുക. ഇനി ഒരു 5-6 മണിക്കൂർ വരെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്തായാലും 5-6 മണിക്കൂർ കുതിർത്ത് വെക്കണം കേട്ടോ. നിങ്ങൾ രാവിലെ തന്നെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. രാത്രി അരച്ച് വെക്കുക. ഇപ്പോൾ അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ അങ്ങനെ കുതിർത്ത് വെക്കുക, എന്നിട്ട് രാത്രി അരച്ചെടുക്കുക കേട്ടോ. ഞാനപ്പോൾ രാത്രി ഒന്ന് അരച്ച് വെക്കുന്നുണ്ട്. ഓവർനൈറ്റ് അരച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനൊന്ന് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കുതിർത്ത ഈ ഒരു വെള്ളത്തിൻ്റെ കളർ ഉണ്ടില്ല, അത് വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഉലുവ ഇട്ടിട്ടില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ കളർ ഇറങ്ങിയതാണ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ആ ഒരു വെള്ളം തന്നെ അതിലൊഴിച്ചിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അത് മാത്രമല്ല ഈ ഒരു വെള്ളം കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ഇട്ട ഒരു റാഗിൻ്റെയും അരിൻ്റെയൊക്കെ ആ ഒരു അതേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കൂടുതൽ ലൂസായി പോകാൻ പാടില്ല. ആ ഒരു അരിൻ്റെയൊക്കെ കറക്റ്റ് ലെവലിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ചു വെക്കട്ടെ. നല്ല കട്ടിയുള്ള അടപ്പായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക എയർ ടൈറ്റായിട്ട് നന്നായിട്ട് തന്നെ അങ്ങനെ നിന്നോളും, നന്നായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കൈയോട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷെ നല്ല കൂടുതൽ അങ്ങനെ ഒരു പുളിപ്പ് ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. നമ്മുടെ ഇഡ്ഡലിക്കായാലും ദോശക്കായാലും ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് തന്നെ പൊങ്ങി വരികയും ചെയ്യും, നല്ല അടിപൊളി സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഓവർനൈറ്റ് അവിടെ അങ്ങനെ കിടക്കട്ടെ. ഇനി രാവിലെ നമുക്ക് എടുക്കാം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കിച്ചണൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ബാറ്റർ അവിടെ റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ തലേന്ന് തന്നെ അരച്ച് വെക്കുന്നതാകും കേട്ടോ നല്ലത്. അങ്ങനെ ആകുമ്പോഴാണ് പിറ്റേന്ന് ഓവർനൈറ്റ് അരച്ച് വെച്ചാലാണ് നന്നായിട്ട് തന്നെ നമുക്ക് പൊങ്ങി കിട്ടുക. ഇനി നമുക്ക് നോക്കാതെ കണ്ടില്ലേ, അങ്ങനെ പൊങ്ങി മറിയൊന്നും ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് ഇതേ കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ വേറൊന്നും ചേർത്തിട്ടൊന്നും ഇല്ലല്ലോ. നല്ല ഹെൽത്തിയാണ് റാഗി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. ഇനി നമ്മുടെ ഇൻഡസ് വാലിൻ്റെ നമ്മുടെ ഈ ഒരു
ഇഡ്ഡലി മേക്കർ എടുക്കുക. ഇനി ഇതിൽ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ട് ഇതിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് എന്താ പറയുക പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ചിലർ ഇതിൻ്റെ മുകളിൽ കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കാണലുണ്ട്. നമുക്ക് ഈ ഇൻഡക്ഷനിലും ചെയ്യാട്ടോ. ഈ ഒരു പോട്ട് ഇൻഡക്ഷൻ കുക്കറിലും വെക്കാം. അപ്പോൾ എന്തും കൊണ്ടും അടിപൊളിയാണ് ഈ ഒരു ഇഡ്ഡലി മേക്കർ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷംന 25 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 12% വരെ ഓഫറും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഡിഷ് വെച്ചിട്ട് ആ ഒരു കഴുകിയ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ തന്നെ അതൊക്കെ ഒന്ന് പോയിക്കോളുമല്ലോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാ പാത്രം പോലെ തന്നെ ഭയങ്കര ഓവർ ഹീറ്റിൽ എന്താ പറയുക ഫുൾ ഫ്ലെയിമിൽ അങ്ങനെ വെച്ച് ഇതാക്കണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. കാരണം സ്റ്റീലല്ലേ, അതുപോലെ അടി നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ വേഗം തന്നെ നല്ല ചൂടിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കൂടുതൽ ഫുൾ ഫ്ലെയിമിൽ അങ്ങനെ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ തട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊന്നും വേണ്ട കേട്ടോ. കാരണം ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, എനിക്ക് ഇത്ര വേണ്ട. പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ബാച്ച് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ചെറിയ ഫാമിലിയൊക്കെ ഉള്ളവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ. കാരണം കുറച്ച് നല്ല എന്താ പറയുക വണ്ണത്തിൽ തന്നെ നമുക്ക് ഓരോ ഇഡ്ഡലിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഒരു 10-15-20 മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി. വേഗം തന്നെ ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റാഗി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കുക. അങ്ങനെ കൂടുതൽ പുളിപ്പും കാര്യങ്ങളും ഒന്നുമില്ല, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു റാഗിൻ്റെ ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതിനെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചട്നിയും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ രാവിലെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപ്പ് വെച്ചിട്ടുള്ള ഒരു സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് നമ്മുടെ സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിക്കോ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ല സാമ്പാർ, അത് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻഡസ് വാലിൻ്റെ ഈ ഒരു സോസ് പോട്ട് തന്നെയാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പ് കുതിർത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയൊരു പീസ് പുളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ ചെറിയ പീസാണ് കേട്ടോ. പിന്നെ ഇതിലങ്ങനെ പ്രത്യേകിച്ചിട്ട് കുറേ വെജിറ്റബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറച്ച് നമ്മുടെ സാമ്പാർ പൗഡറില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പം ഈ ഒരു പോട്ടായത് കൊണ്ട് തന്നെ അടി നല്ല കട്ടിയുള്ളതും കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ 3-4 വിസിൽ വേവിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചിട്ട് എടുക്കുക. കുക്കറിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഒരു 3-4 വിസിലൊക്കെ മതിയാവും, നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂണൊക്കെ കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വറ്റൽമുളകും ഒരു 2-3 വറ്റൽമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കായപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ആർക്കും റെഡിയാക്കാൻ പറ്റുന്ന സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു സാമ്പാർ കറിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് രാവിലെ അത്രയല്ല ടൈം വേണ്ടു. നമ്മുടെ അരിയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ വേഗം തന്നെ, ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പോൾ വേഗം തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ, ഇത് പ്രത്യേകിച്ചിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാണ്ടെന്നേ. അപ്പോൾ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും നമ്മുടെ ഈ ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഈ ഒരു റാഗിൻ്റെ ഈ ഒരു ഇഡ്ഡലി. അപ്പം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും ചെയ്ത് നോക്കിക്കോ. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. എന്തായാലും ഒരു ഹേർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യാട്ടോ. അങ്ങനെയാകുമ്പോഴേ നമ്മളെ വീഡിയോ റീച്ച് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. ഇൻഷാ അല്ലാ ഇനി നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സൊക്കെ ആയിട്ട് വരാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇൻഡസ് വാലിൻ്റെ പാത്രങ്ങൾ വാങ്ങിക്കട്ടോ. നല്ല അടിപൊളിയാണ്, ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഷംന 25 എന്നുള്ള കോഡ് കൊടുക്കാനും മറക്കണ്ട. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% വരെ ഓഫറും കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.